ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് റോസ് ഐലൻഡ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അബർദേൻചേട്ടിയിൽ നിന്ന് ബോട്ടിൽ നിന്ന് വേണം അങ്ങോട്ട് പോകാൻ. പ്ലോട്ട് ബയറിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. ബസ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളവിടെ എത്തി. ഇതാണ് അതിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. വലിയ ആളുകളൊന്നും കാണാനില്ല. ടിക്കറ്റിൻ്റെ റേറ്റുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന് ബോട്ട് പോകുന്നില്ല. ഇന്ന് ഇവിടെ നിന്നാണ് റോസ് ഐലൻഡിലോട്ട് നോർത്ത് ബേയിലോട്ടുള്ള ആളുകൾ ബോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഇന്ന് ബോട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ബോട്ടിൻ്റെ ഏജൻറ്റുമാർ നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിളിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ എന്തായാലും ജെട്ടിയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ വെള്ളത്തിൽ കുളിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഐലൻഡ് നോർത്ത് ബേയിലേക്കൊക്കെ ബോട്ടിങ് സ്റ്റാർട്ടാവുന്ന കാലത്ത് 8:30 to 2 PM വരെയാണ്. അപ്പോൾ 2 മണിക്ക് ശേഷം പിന്നെ ബോട്ടൊന്നും പോകില്ല. അപ്പോൾ വരുന്നവർ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് വരിക. അതുപോലെ ബോട്ടുകൾ വെള്ളത്തിലിങ്ങനെ അടുപ്പിച്ച് നിർത്തിയിട്ടിരിക്കാനും ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ. ഒരു നല്ലൊരു സീനറി കൂടിയാണ്. പിന്നെ ഈ ജെട്ടി വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, രാജീവ് ഗാന്ധി വാട്ടർ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു രാജീവ് ഗാന്ധിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റോസ് ഐലൻഡ് പോകുന്നതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽ പറയാം.